കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗിക്കുന്നതിന്റെയും നിർമ്മിക്കുന്നതിന്റെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ലഹരി ചോക്ലേറ്റ് നൽകി പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുവെന്നടക്കം വിവരങ്ങളാണ് ന്യൂസ് മലയാളത്തിന് കിട്ടിയത്. ലഹരി വിൽപ്പനയ്ക്കായി ഇവർ പണി എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ കെട്ടിടത്തിന് പിന്നിലെന്ന് തോന്നിപ്പിക്കുന്ന സ്ഥലത്താണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പലതരം ലഹരിക്കൂട്ടുകൾ ഉപയോഗിക്കുന്നത്. ലഹരി വലിക്കാൻ പ്രത്യേക ഉപകരണം, ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായം. കീശയിൽ വിവിധ പൊതികളിലായി ലഹരിക്കൂട്ടുകൾ. തീർന്നില്ല, ലഹരി ചോക്ലേറ്റുകൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സമ്മാനമായി നൽകിയാണ് ഈ വലയിലേക്ക് പെൺകുട്ടികളെ വീഴ്ത്തുന്നത്. ചോക്ലേറ്റിൽ രാസലഹരി കലർത്തുന്ന ദൃശ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ലഹരി ഉപയോഗിക്കാനായി ഇവർ ഒത്തുകൂടുന്നത്. ഗ്രൂപ്പിൽ എല്ലാവരും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. പണി എന്ന പേരിൽ കൂട്ടായ്മയുണ്ടാക്കി വിദ്യാർത്ഥികളെ അടക്കം കെണിയിൽ വീഴ്ത്തുന്നുവെന്നും ന്യൂസ് മലയാളത്തിന് വിവരം കിട്ടി. ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണമില്ലാത്തപ്പോൾ മോഷണമടക്കം ഈ കുട്ടികൾ നടത്തുന്നുണ്ട്. ഇവർക്ക് ലഹരി എത്തിച്ചു നൽകാൻ കൊച്ചിയിലെ ലഹരി മാഫിയകളുടെ കണ്ണികളുണ്ടെന്ന് ഉറപ്പ്. എത്ര കുട്ടികൾ ഈ അപകടത്തിൽ വീണു പോയെന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. കൗമാരക്കാർ കൊടും കുറ്റകൃത്യങ്ങളടക്കം ചെയ്യുന്ന വാർത്തകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭീതിതമായ മനോനിലയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് രാസലഹരിയുടെ വ്യാപനമാണ്. പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ കൂട്ടായ്മ അടക്കം ഈ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് ഞെട്ടൽ ഇരട്ടിയാക്കുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.